എല്ലാവർക്കും കാനഡയിലെ വിശേഷങ്ങൾ എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സ്നോ ട്യൂബിംഗ് ചെയ്യാൻ പോവുകയാണ്. ഇത് നടക്കുന്നത് കാനഡയിലെ ക്യൂബക് പ്രൊവിൻസിലെ എഡിൽവിസ് എന്ന് പറഞ്ഞ സ്കീ റിസോർട്ടിലാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ കാണുന്ന ബിൽഡിങ്ങിൽ പോയി ടിക്കറ്റ് എടുത്തു. ഈ ബിൽഡിങ്ങിൽ റെസ്റ്റോറൻറ്റ്സും വാഷ്റൂംസും എല്ലാം ഉണ്ട്. ഇപ്പോൾ സ്വന്തമായി സ്കീ എക്യുപ്മെൻറ്റ്സ് ഒന്നും കയ്യിലില്ലെങ്കിൽ നമുക്ക് ഇവിടുന്ന് റെൻറ്റിന് എടുക്കാനുള്ള ഓപ്ഷനും ഉണ്ട്. ഇപ്പോൾ കാണാം നമുക്ക് മലകളുടെ മുകളിൽ നിന്ന് കുറേ പേര് സ്കീ ചെയ്ത് വരുന്നത്. 3 കുട്ടികൾ ഇതാ സ്കീ ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവർ നന്നായിട്ട് സ്കീയിങ് അറിഞ്ഞാൽ മാത്രമേ മലകളുടെ മുകളിൽ നിന്ന് സ്കീ ചെയ്യാൻ പറ്റുകയുള്ളൂ. ഇന്നിവിടെ ഭയങ്കര തണുപ്പില്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് കുറേ ടൈം ഇവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റും. ഇപ്പോഴത്തെ ടെമ്പറേച്ചർ ഏതാണ്ട് -10 ആണ്. ഈ മലകളുടെ മുകളിൽ പോകാനുള്ള ഒരു റോപ്പ് വേ നമ്മുടെ മുമ്പിൽ കാണാം. ഈ റോപ്പ് വേ യൂസ് ചെയ്യുന്നത് സ്കീ ചെയ്യാൻ വരുന്നവർ മാത്രമാണ്. നമ്മളിന്ന് വന്നേക്കുന്നത് സ്നോ ട്യൂബിങ് ചെയ്യാൻ വേണ്ടിയാണ്. അത് നടക്കുന്നത് 2-3 മലകൾ അപ്പുറമാണ്. നമുക്കപ്പോൾ ആ സ്നോ ട്യൂബിങ് നടക്കുന്ന മലകളിലേക്ക് പോകാം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും നന്ദി. എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഈ ചാനൽ ഇനിയും മുന്നോട്ട് പോവുകയുള്ളൂ. ജീവിക്കാൻ ഇപ്പം ഒരു മോഹം തോന്നുന്നു. അതുകൊണ്ട് ചോദിക്കുക, എന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുമോ? ഇല്ല അല്ലേ? സാരമില്ല. അപ്പോൾ നമ്മൾ സ്നോ ട്യൂബിങ് നടക്കുന്ന മൗണ്ടൻ്റെ അടുത്തെത്താറായി. ഇനി നമ്മൾക്ക് ഇവിടുന്ന് ട്യൂബ്സ് എടുത്തിട്ട് വേണം അങ്ങോട്ട് പോകാനായിട്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ കുറേ ട്യൂബുകൾ ബാക്കി കിടപ്പുണ്ട്. ഇതിൽ നിന്ന് ഏതെങ്കിലും എടുത്തിട്ട് നമുക്ക് ഇനി സ്നോ ട്യൂബിങ്ങിൻ്റെ മൗണ്ടനിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ സ്നോ ട്യൂബിങ് നടക്കുന്ന മൗണ്ടിൻ്റെ അടിയിലെത്തിയിരിക്കുകയാണ്. ഇനി ആക്ഷൻ ക്യാമറ എടുത്ത് തലയിൽ ഫിറ്റ് ചെയ്യട്ടെ. അപ്പോൾ ക്യാമറ എല്ലാം സെറ്റ് ചെയ്തു. ഇനി ട്യൂബായിട്ട് നമ്മൾ മൗണ്ടിൻ്റെ മുകളിൽ പോവും. അവിടെ നിന്നാണ് സ്നോ ട്യൂബിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ തണുപ്പത്ത് ഗ്ലൗസ് ഇല്ലാണ്ട് നടന്നാൽ കുറച്ച് നേരം കഴിയുമ്പോഴേക്കും കയ്യിലെ വിരലെല്ലാം വേദന തുടങ്ങും. അതുകൊണ്ട് എവിടെ പോയാലും ഗ്ലൗസ് വേണം. ഇല്ലെങ്കിൽ നമ്മുടെ കൈയെല്ലാം കുറച്ച് കഴിയുമ്പോഴേക്കും നല്ല റെഡ് കളറാവും. പിന്നെ ഇവിടുത്തെ കനേഡിയൻസൊക്കെ നമ്മൾ റെഡ് ഇന്ത്യൻസ് എന്ന് വിളിക്കും. എന്ത് ചീഞ്ഞ കോമഡിയാണ്. ഭയങ്കര മോശമായി എനിക്കും തോന്നുന്നു. ബ്രഹ്മദത്തൻ നോക്കി നിൽക്കെ ഉടല് നിറയെ കൈകളുള്ള ഭീകര സത്വമായി സുഭദ്ര.
സെക്കൻഡ് റൗണ്ട്. പറയാൻ പറ്റാത്തടത്തെല്ലാം മഞ്ഞ് കയറി. വേണ്ട, ചന്തിന്ന് എഴുതണ്ട, കുണ്ടിന്നാണല്ലോ. രണ്ടൊന്നല്ലേ. വീഡിയോ ഇതുവരെ കണ്ട എല്ലാവർക്കും നന്ദി. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, കൂടാതെ കമൻറ്റും ചെയ്യുക. ഇവനാണ് ഞങ്ങ പറഞ്ഞ നടൻ, ഇവനാണ് നടൻ.